ഇതുപോലത്തെ തേങ്ങ ചലഞ്ച് ഒന്നും പറയരുത്. നീ അങ്ങനെ ചെയ്താ പോരാ, ചെയ്യേണ്ട വലിയ വീഡിയോ. ഇത് കുറച്ച് വലിപ്പം കൂടിയോ. 4 മണിക്കൂർ എടുക്കത് പൊളിച്ച് ചെയ്യുമ്പോ ഗ്യാപ്പ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. ചലഞ്ചിങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ തേങ്ങ ഇപ്പോൾ ഒരു 1000 അല്ല, ഒരു 2000-ന്റെ അടുത്ത് തേങ്ങ വരുന്നുണ്ട്, 2000-ന് മേലെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ഇതാണ്. അപ്പോൾ ഫുഡിനെ കുറിച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഉടായ്പിലെ പരിപാടിയൊന്നുമല്ല. ഈ തേങ്ങയിൽ ആരാണോ കൂടുതൽ പൊളിക്കണത്, ആരാണോ പൊളിച്ചിട്ട് വെയ്യാതായി നിർത്തണത്, ആണ് വിന്നർ. അതാണ് ചലഞ്ചിങ്. അപ്പം നമ്മളെ കൂടെ ഉള്ളത് അപ്പോ എത്രണ്ണം പൊളിക്കണമെന്നോ അല്ലെങ്കിൽ ടൈമിങ് അങ്ങനെ ഒന്നുമില്ല. 100 പൊളിച്ച് ആരാ ഫസ്റ്റ് പൊളിച്ച് ചെയ്യാ ഒരു ജയിച്ചു അങ്ങനെ ഒന്നുമില്ല. കൂടുതൽ ആര് പൊളിക്കും, ഇത്ര ടൈമിങ് അങ്ങനെ ഒന്നുമില്ല. ആരാ കൂടുതൽ പൊളിക്കുക ഒരു ജയിച്ചു. അപ്പോ പൊളിക്കാൻ വേണ്ടിയിട്ട് ആയുധം ഒന്നിതാ അവിടെ ഉണ്ട്. അപ്പോ ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഞാൻ പൊളിച്ചത് ഇവിടെ ഇടും, ഞാൻ പൊളിച്ചത് ഇടും. അപ്പോ ആരാണ് ഇതില് വിൻ ചെയ്യുന്നത്? ഇതിൽ എന്തായാലും ഒരു 2-3 മണിക്കൂർ എടുക്കും. അപ്പൊ ഫുൾ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഒന്ന് മാക്സിമം ഷോർട്ടാക്കി ലെങ്ത് കുറച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് പൊളിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതൊക്കെ എന്ത് ചരിത്രമില്ല. വിളിക്കാൻ പോയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ ഇത് കളയണം കേട്ടോ. ഓ തുടക്കം 1. തുടക്കത്തിലല്ല കാര്യം, ഒടുക്കത്തിലാണ്. 1 ഇതൊക്കെ എന്ത് ഈ ചലഞ്ചിങ് കൊണ്ടുള്ള സുഖം എന്താ വെച്ചാല് തേങ്ങ പൊളിയും. തേങ്ങ പൊളിയും. കേടുണ്ടോന്നൊക്കെ ലാസ്റ്റ് നോക്കാം. 2 പോരാ. നിനക്ക് ഒറ്റപ്പ ചോദിക്കില്ല, നിനക്ക് ദുബായിൽ ഇതൊക്കെ പൊളി. 2 ചകിരി പോയിട്ട കുഴപ്പമില്ലല്ലോ. മാറ്റിടാം. എടാ ഈ ചെറിയ ഉണങ്ങിയ തേങ്ങയാണെന്ന് ഡൗട്ട് ഉണ്ട് ഗൈസ്. കാണിച്ചെടുക്കേ 3. ഞാൻ കുറച്ച് സ്പീഡാക്കണം. ഈ തമിഴ്നാട് പഠിക്കാൻ പോണത് പഠിക്കാനാണോ? 4. തമിഴ്നാട് കോളേജിൽ പഠിക്കാൻ വിട്ടവനാ ഇത്ര ഫാസ്റ്റ് ആയിട്ടാണ് തേങ്ങ വിളിക്കുന്നത്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അവിടെ തേങ്ങ പൊളിയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. വാശിയേറിയ പോരാട്ടം. 5. ഈ ഉണങ്ങി തേങ്ങ വിളിക്കാനെ പണി. ഗൈസ് 6 5. അപ്പൊ ഗൈസ് വീഡിയോ ഫുള്ളായി ഇതിൽ ആഡ് ചെയ്താല് ലെങ്ത് അല്ല ഉണ്ടാവും. ഇതെന്നാലും 3-4 മണിക്കൂർ എടുക്കത് പൊളിച്ച് ചെയ്യുമ്പോ ഗ്യാപ്പ് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പൊ 6 7 സംഭവം പൊളിക്കാൻ സുഖാണ്. വളരെ സുഖാണ്. അതിന് സുഖാണ് പറയാന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പൊളിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ.
ഇതൊന്നും അത്രയ്ക്ക് നിസ്സാരമുള്ള പണികളൊന്നുമല്ല. ഏഴ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന തേങ്ങ എത്ര സിമ്പിളാണ്. നല്ല പണിയുണ്ട്. ഹലോ, അതിനേക്കായി കൂടുതൽ അതാണ്. നോ, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു കാണുമ്പോൾ തോന്നുന്നതല്ല, കാണുന്നതെല്ലാം പോയി, കാണാത്തത് നിജം. എനിക്ക് ആരോഗ്യം ഇന്നത്തെ പരിപാടി ഒരു 25 ഉണ്ടാവും. എന്തായാലും ഒരു 500 രൂപ വില പൊളിക്കും, എന്നിട്ട് നിർത്തുള്ളൂ. യെസ്, 500. 500. ഓക്കെ, ഇത് 1500 ഒന്നല്ല, ഇത് കുറേ ഉണ്ട്. 25 പൊളിച്ചിട്ടുള്ളൂ. ഇത് ഒരു 2000 മേലെ ഉണ്ടാവും. ഇതിന്റെ അടിയിൽ കുറച്ച് മെറ്റൽ എടുക്കണ്ട കേട്ടോ, അതാണ് ഇത്ര പൊന്തി കിടക്കല്ല. അത് ഫുള്ള് തേങ്ങന്നല്ല. ഇപ്പൊ ടൈം എന്തായാലും ഒരു 9:30 ഉണ്ടാവും. ഒരു 11 മണി വരെയൊക്കെ ഞാൻ പിടിച്ചു. ഈ പൊളിക്കുന്ന ഈ സാധനം ശരിയല്ലടാ ഗൈസ്, ഇത് മൂർച്ചയില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ലോ ആവണേ. അല്ലാതെ ഡയലോഗ് എല്ലാവരെ കൊണ്ടും പറ്റും. ഇതാണ് തേങ്ങ. പച്ച തേങ്ങ വേഗം പൊളിക്കാം, ഉണങ്ങി തേങ്ങ പൊടിക്കാനാണ് പാട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പൊളിച്ചത് ഉണങ്ങിയ തേങ്ങ. ഓൻ ഫുള്ള് കള്ളക്കളിയാണ്. അവിടെ പൊളിച്ച തേങ്ങ അത് കാണിച്ചിട്ടാണ് ഫുള്ള് പച്ച തേങ്ങ. അപ്പോൾ ഇത് ഞങ്ങളെ തുടക്കത്തെ തേങ്ങ പൊടിയാണ്. ഇനി അടുത്തത് ഞങ്ങൾ മന്തി ചലഞ്ച് വരുന്നുണ്ട്, അതുപോലെ കുറേ ഗെയിംസ് ഉണ്ട്. അതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയാൻ കേട്ടോ, ചാനലിലെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എടാ ഇത് അടങ്ങണില്ലടാ, ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ തുറന്നു എടുക്കണം. കണ്ടാ ഫോളാണ് കൈ, ഫോളാണ്. മലപ്പുറത്ത് ഇതിനെ തേങ്ങ പൊളിക്കുക എന്ന് പറയും, ചില ജില്ലകളിൽ പൊതിക്കുക എന്ന് പറയും. തേങ്ങ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും മെനക്കെട്ട പരിപാടിയാണ്. പകലെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ക്ലിയറിൽ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ വർക്ക് ആയതുകൊണ്ട് എപ്പോൾ എടുക്കാൻ പറ്റിയില്ല. IT ജോലിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഭയങ്കര വർക്കാണ്. അപ്പോൾ രാത്രിയേ പറ്റുള്ളൂ. വേറെപ്പിൻ്റെ അസുഖണ്ടേ. അപ്പോൾ പുതിയ പുതിയ ചലഞ്ചുകൾ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യൂ. നമ്മളെ ഇതുപോലത്തെ തേങ്ങ ചലഞ്ച് ഒന്നും പറയരുത്. ഇതുപോലത്തെ തേങ്ങ വീട്ടിലെ ചലഞ്ച് വേണമെങ്കിൽ ഞങ്ങളെ വീഡിയോ ഫോളോ ചെയ്യാം. ചെറുതായിട്ട് ഗൈസ് തേങ്ങ 3 ടണ്ണുള്ള തേങ്ങ. അടുത്ത ചലഞ്ച് നമുക്ക് 1 മിനിറ്റിൽ എത്ര തേങ്ങ കൊടുക്കും നോക്കിയാലോ. അതണ്ട പേടി, ചെക്കന് പേടി. അതല്ല, 1/2 മണിക്കൂർ വിളിച്ചിട്ട് എത്ര ആയിട്ടുള്ളൂ. 1/2 മണിക്കൂറൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും ഇങ്ങനത്തെ പോലെ ചെറിയ ചെറിയ ചലഞ്ചുകൾ ഏറ്റെടുക്കില്ല. തേങ്ങ പൊളിക്കുക, തെങ്ങുമ്മ കയറുക, അടക്ക പൊളിക്കുക, നിസ്സാര ചലഞ്ചുകൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. റിസ്ക് ഉള്ളത്, കിണറിലിറങ്ങുക, അങ്ങനത്തെ ചലഞ്ചൊക്കെ ഏറ്റെടുക്കും മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഇതുണ്ടില്ലേ 1000 തേങ്ങ കൂളായിട്ട് പറഞ്ഞു പൊളിക്കുന്നു. കൂളായിട്ട് പൊളിക്കുന്നത് പൊളിക്കൂലേ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഞങ്ങൾ പറഞ്ഞു 75 മിക്കവാറും തോൽക്കുന്നില്ല, ഓനേ തോൽക്കും. മൂത്തവനോട് കളിക്കാനൊന്നും ചെറിയനാക്കില്ല. ദൂര പൊളിക്കണവരൊക്കെ സമ്മതിക്കണം. സംഭവം കാണുമ്പോൾ ഇങ്ങനെ വീട്ടിൽ തേങ്ങ കളിക്കാൻ ആളുകളുണ്ടെങ്കിൽ 2 കുപ്പി നടത്താൻ കൊടുക്കണം. പ്ലസ് ഉച്ചക്കത്തെ ഫുഡ് കാനത്തിലാവണം. ചെക്കൻ ക്ഷീണിച്ച് ഗൈസ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പം പറിക്കുന്ന പോലെ. എങ്ങനെ പുഷ്പം പറിക്കുന്ന പോലെ ഞങ്ങൾ പറിക്കും. ഇന്നത്തെ ചലഞ്ച് വെക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മന്തിക്കോ ഒരു 2000 രൂപയ്ക്കും വെക്കണമെന്നുണ്ടെങ്കിൽ
ക്യാഷ് ഇവിടെ പോക്കറ്റിലിരുന്നേ. നിസാരം. ഞങ്ങളൊരു ചെറിയ ചെറിയ സെറ്റപ്പുള്ള ചലഞ്ച് വീഡിയോസ് നോക്കിയിരുന്നു. ഐസ്ക്രീം തിന്നുക, ബ്രോസ്റ്റ് തിന്നുക, അല്ലെങ്കിൽ ബിരിയാണി തിന്നുക, അല്ലെങ്കിൽ എഗ്ഗ് സാപ്പിട തമിഴ് വരുന്നത് എഗ്ഗ് കഴിക്കുക, അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് തോന്നി അങ്ങനെ ചെയ്താൽ പോരാ, ചെയ്യണ്ടേ വലിയ വീഡിയോ വേണം. പക്ഷെ ഇത് കുറച്ച് വലിപ്പം കൂടിയോ സംശയം. അതെന്തായാലും ഇതിപ്പോ അങ്ങോട്ട് പൊളിക്കുമ്പോൾ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കഴിയില്ലേ. ഞാൻ കയറി ഇവിടെ സെന്റർ എടുത്തു. പക്ഷെ ഇതിന്റെ അടിയിൽ കുറച്ച് മെറ്റലാണ്. അത് കുഴപ്പമില്ല. ഒരു മണിക്കൂർ കൊണ്ട് ഇത്ര പൊളിച്ചില്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ചലഞ്ച് വൈൻഡപ്പ് ഒക്കെയാണ്. വൈൻഡപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്ത് പണ്ടാറടങ്ങി. അപ്പൊ വേറെ കാര്യമുണ്ട്, നമുക്ക് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പുലിയുടെ ഇത് കണ്ടിട്ട് ആവേശം മുതൽ വന്നിട്ടുള്ള ആളാണ്. പക്ഷെ പുലിയുണ്ട് കേട്ടോ, ഭയങ്കര പുലി വെച്ചു. അപ്പോൾ ഇതുവരെയുള്ള ഞങ്ങളുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കാണ്. ചത്ത് പണ്ടാറടങ്ങിക്കണേ. ഇനി ഞങ്ങള് തേങ്ങ എണ്ണൽ നമ്മൾ 9:00 തുടങ്ങിയാണ്. ഇപ്പൊ ഒരു 11:45 11:50 ആയി. അപ്പൊ മതി. മത്തിടൂ നമുക്ക് ഇതിന് ഭൂരിപക്ഷം നോക്കാം. ഭൂരിപക്ഷാരം നോക്കണമെന്നില്ല. എണ്ണ ഈ 2 എണ്ണം വെച്ചിട്ട് ഒന്നും തന്നെ വേണ്ട മൾട്ടിപ്ലൈ 2 2 4 6 8 10 12 14 58 60 62 64 66 പ്ലസ് 3 അതന്നെയല്ലേ 3 മാറ്റി ചെയ്യാലോ. 40 42 43 143. എണ്ണത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെറും ടൈപ്പ്. അപ്പൊ ഇനി എങ്ങനെ മാറിപ്പോ ഈ എണ്ണീരുണ്ടെങ്കിൽ തീരൂലെന്ന്. വാശിയേറിയ എണ്ണലാണ് വിജയുടെ എണ്ണല്. 2 4 6 8 10 12 14 15 20 ഒന്ന് ബോണസ് 55. അപ്പൊ ഈ വീഡിയോ എത്ര ഉള്ളൂ. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോഴും വിജയ് മൂത്തോനാണ്. ഓക്കെ, വൈൻഡപ്പ്. നെക്സ്റ്റ് ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. സപ്പോർട്ട്.